ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജീര റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നൊന്ന് പറയാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ ജീരകം വേണം, പിന്നെ 2 പച്ചമുളക്, പിന്നെ 2 ഉണക്കമുളക്. ഈ ഉണക്കമുളകൊക്കെ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ മല്ലിയില എന്തായാലും വേണം, അതാണ് ഒരു ടേസ്റ്റും മണമൊക്കെ ജീര റൈസിന് ഉണ്ടാക്കുക. അപ്പോൾ അതെന്തായാലും മല്ലിയില ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ വേണ്ടത് വേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച പെരുംജീരകം. ഈ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെരുംജീരകം പൊടി എടുക്കുന്നത്. പിന്നെ വേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് ബസുമതി റൈസാണ്. ഈ ബസുമതി റൈസ് വേവിക്കാനുള്ള ഒരു ടൈം മാത്രമേ നമുക്ക് എടുക്കണുള്ളൂ കേട്ടോ. ഈ ജീര റൈസ് 1 മിനിറ്റ് പോലും ശരിക്കും വേണ്ട, അത്ര പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യില്ലെങ്കിൽ നമുക്ക് സാധാരണ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലോട്ട് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബസുമതി റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏതാണ്ട് 1 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ അടിപൊളി ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ജീര റൈസ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്, അപാര രുചിയാണ് കേട്ടോ. ഈ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഈ ചാനലും വീഡിയോസൊക്കെ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതിനായി അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്